നിഴൽ അടുത്തേക്ക് വരുംതോറും എല്ലാവരും പേടിച്ചു. വലിയ ധൈര്യം കാണിച്ച ഹരി പേടിച്ചു അരുണയെ ഇറുക്കി പിടിച്ചിരുന്നു. പല്ലുകൂട്ടിയിടിക്കുന്ന ശബ്ദം നല്ലപോലെ കേൾക്കാമായിരുന്നു. പെട്ടെന്ന് എന്തോ മുന്നിൽ വന്നു വീണു. എല്ലാവരും അലറി. ഹരി ചാടി സോഫയിൽ കയറി. എന്താ എന്നറിയാൻ ടോർച്ച് അടിച്ചു നോക്കിയപ്പോൾ അത് ഒരു പൂച്ചയായിരുന്നു. അപ്പോഴേക്കും ആ കറുത്ത രൂപം ബബ്ലാവിന് മുന്നിൽ എത്തി. പേടിച്ച പോലെ ഒന്നുമായിരുന്നില്ല, അത് വാച്ചർ രഘുമാമനായിരുന്നു. പുള്ളിയെ കണ്ടപ്പോൾ പേടിച്ചിരുന്നവരും ധൈര്യശാലികളും ചിരിക്കാൻ തുടങ്ങി. രഘുമാമൻ 1-2 മുറികൾ ഒഴികെ ബാലൻസ് ഉണ്ടായിരുന്ന മുറികൾ തുറന്നു തന്നു. ഞങ്ങൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു. ഞങ്ങൾക്ക് ആദ്യത്തെ നിലയിൽ ആണ് റൂം കിട്ടിയത്. റൂമിന്റെ മുന്നിലാണ് മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പ് ഉള്ളത്. നല്ല തണുപ്പ്, രാത്രി നല്ല മഴ, ഇടിവെട്ട്. വന്ന എല്ലാവർക്കും തന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു. അന്ന് ഒരു വ്യാഴാഴ്ച ആയിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞു കാണും. ഉറങ്ങി തുടങ്ങിയതായിരുന്നു. പെട്ടെന്ന് തട്ടിന്റെ മുകളിലൂടെ ആരോ നടക്കുന്ന പോലെ ഒരു ശബ്ദം കേട്ടു. ഞാൻ കൺതിരുമി എണീറ്റു. ഞാനും ശീതലും അഞ്ജുവും രമ്യയും കൂടിയായിരുന്നു റൂമിൽ കിടന്നിരുന്നത്. ഞാൻ പതിയെ ശീതലിനെ തട്ടി വിളിച്ചു. ദാ എണീറ്റേ, എല്ലാവരും മുകളിൽ അടിച്ചു പൊളിക്കുകയാണെന്നാണ് തോന്നുന്നത്. നമുക്കും പോയി നോക്കിയാലോ? അത് കൊള്ളാലോ. നമ്മൾ അപ്പോൾ ആരായി? അവന്മാർ എല്ലാവരും കുറെ വെള്ളം അടിയായിരിക്കും. നമുക്കും പോയാലോ? അവളുമാരെയും വിളിക്കാൻ നമുക്ക് പോയി നോക്കാം. 4 പേരും കൂടി മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ശീതലിനോട് ചോദിച്ചു, ദാ നീ കേട്ടതല്ലേ മുകളിൽ കൂടി ആരൊക്കെയോ നടക്കുന്ന ശബ്ദം? നമുക്ക് 2 പേർക്കും കൂടി എന്തായാലും തോന്നില്ലല്ലോ. അഞ്ജു പറഞ്ഞു. മര്യാദയ്ക്ക് ഉറങ്ങിയ എന്നെ വെച്ചു എനിപ്പിച്ചിട്ട് ചോറിലാന്ന് പറഞ്ഞതുപോലെ പറയുന്നു. ഞാൻ കൊണ്ടിട്ടേ പോകും. നീ റൂമിലേക്ക് വാ. ശീതളിന്റെ ബാഗിൽ ബിയറുണ്ട്. ഞാൻ കണ്ടതാണ്. എന്തെങ്കിലും ആവട്ടെ, ചിലപ്പോൾ തോന്നിയതാവും. വാ, നമുക്ക് പോയി ബിയർ കുടിക്കാൻ. റൂമിലെത്തി ബിയർ കുടിക്കാൻ തുടങ്ങി. നല്ല പോലെ കാറ്റ് വീശുന്നുണ്ട്. രാത്രിയാണ്. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഓരോ മരവും ഓരോ ആളുകൾ പോലെ തോന്നും. തോന്നലുകളാണ്. ദൂരെ നോക്കിയപ്പോൾ ഒരു മരത്തിന്റെ മറയിലേക്ക് ഒരു ആളുടെ രൂപം പെട്ടെന്ന് ഒളിച്ചതായി ഞാൻ കണ്ടു. പക്ഷെ ഞാൻ അത് കാര്യമാക്കിയില്ല. ഞാനാണേൽ പകുതി ബോധത്തിലാണ്. പിന്നെ ഇതല്ല ഇതിന്റെ അപ്പുറം തോന്നും. പക്ഷേ മുകളിൽ ആളുകൾ നടക്കുന്ന ശബ്ദം പിന്നെയും കേൾക്കാൻ തുടങ്ങി. ഞാൻ അഞ്ജുവിന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് തോന്നലല്ലേ? അഞ്ജു പറഞ്ഞു, കാലിലേടി വല്ല കുരങ്ങനോ മരപ്പത്തിയോ ആവും. നീ അത് മൈൻഡ് ചെയ്യണ്ട. ഈ ബിയർ ഫിനിഷ് ചെയ്യൂ. ഒരാൾക്ക് പകരം കുറെ അധികം ആളുകൾ ഓടി നടക്കുന്ന പോലെ ഉള്ള ശബ്ദം. ആരൊക്കെ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതായി കേൾക്കുന്നു. അതുവരെ ശ്രദ്ധിക്കാതിരുന്ന അഞ്ജു പതിയെ കുടിച്ചോണ്ടിരുന്ന കുപ്പി നിലത്ത് വെച്ച് എന്നോട് ചോദിച്ചു, എന്താടി ഇത്? ആരാ ഈ പാതിരാത്രി കയറി ഇറങ്ങാൻ? നീ പോയി വാതിൽ തുറക്ക്, വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ വാതിൽ തുറന്നു. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഡോർ അടച്ചു 2 സ്റ്റെപ്പ് പുറകിലേക്ക് നടന്നു. പെട്ടെന്ന് കതകിൽ ആരോ തട്ടാൻ തുടങ്ങി. ഒരു ഞെട്ടലോടെ ഞാൻ തിരിഞ്ഞു നോക്കി. ആദ്യം പതിയെ മുട്ടിയിരുന്ന വാതിലിൽ പിന്നീട് ശക്തിയായി തട്ടാൻ തുടങ്ങി. എല്ലാവരും വാതിലിലേക്ക് നോക്കി. ചിരിയും കളിയും ഒക്കെ നിന്നു. എല്ലാവർക്കും ടെൻഷൻ ആയി. എനിക്കും. എന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ വാതിൽ തുറന്നതല്ലേ ഉള്ളൂ, അവിടെ ആരെയും കണ്ടില്ലല്ലോ. പിന്നെ പെട്ടെന്നിങ്ങനെ ഞാൻ എന്റെ കൊന്തയിൽ മുറുകി പിടിച്ചു. വല്ലാതെ വിയർക്കാൻ തുടങ്ങി. വാതിലിൽ ആരോ ശക്തിയായി ഇരിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് വാതിലിന് അടുത്തേക്ക് വന്നു. എല്ലാവരും ടെൻഷൻ കേറി നിൽക്കുന്നു. പരസ്പരം മുഖത്തേക്ക് നോക്കി. ഒരു ദീർഘശ്വാസം എടുത്ത് വാതിൽ തുറന്നു. അപ്പോൾ കണ്ടത്